ഘടകകക്ഷികളെയും കോർപ്പറേറ്റുകളെയും മാത്രം പരിഗണിച്ച് അവരെ മാത്രം സോപ്പ് തേച്ച് കുളിപ്പിച്ചൊരു ബജറ്റായിരുന്നു ഇന്നലെ കഴിഞ്ഞു പോയത്. തൊഴിലില്ലായ്മയും കർഷക പ്രതിസന്ധിയും നിക്ഷേപ മുരടിപ്പും ഉൾപ്പെടെ അടിസ്ഥാന പ്രശ്നങ്ങൾ നേരിടാൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ 7ാം ബജറ്റിൽ സ്വീകരിച്ചത് കണ്ണിൽ പൊടിയിടുന്ന തന്ത്രങ്ങളായിരുന്നു. അദാനിക്കും അംബാനിക്കും എന്തായാലും ആശ്വസിക്കാനുള്ള വക മോദിജി നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. വിദേശ കോർപ്പറേറ്റ് കമ്പനികളുടെ നികുതി 40-ൽ നിന്നും 35% കുറച്ചു. തൊഴിൽ സൃഷ്ടിക്കൽ പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ സബ്സിഡി ലഭിക്കുന്ന സംവിധാനം കൊണ്ടുവന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനവും സമ്പദ്ഘടനയുടെ ജീവനാഡിയുമായ റെയിൽവേയെ സ്പർശിക്കാതെയായിരുന്നു ഇത്തവണത്തെ ബജറ്റ് പ്രസംഗം ഉണ്ടായിരുന്നത്. തൊഴിൽ നൈപുണ്യ വികസനം, ചെറുകിട ഇടത്തര സൂക്ഷ്മ സംരംഭങ്ങൾ, മധ്യവർഗം എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ബജറ്റ് എന്ന് ധനമന്ത്രി അവകാശപ്പെട്ടു. എന്നാൽ ആ അവകാശവാദങ്ങൾക്കെതിരെയായിരുന്നു യഥാർത്ഥത്തിലുള്ള ബജറ്റും. അടിസ്ഥാന സൗകര്യ വികസനം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിലെ പദ്ധതികളും പക്ഷാപാതം കാണിച്ചു. വികസിത ഭാരത് ലക്ഷ്യത്തിന്റെ ഭാഗമായി 9 മുൻഗണനാ മേഖലകൾ അവതരിപ്പിച്ചുവെങ്കിലും സർക്കാരിന്റെ ചെലവുകൾ ചുരുക്കുകയാണ്. വ്യക്തിഗത ആദായ നികുതി ഘടനയിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തി. മൂലധന ആദായ നികുതി വർദ്ധിപ്പിച്ചു. 2024-25 ധനക്കമ്മി 4.9% കുറയ്ക്കുകയാണ് ലക്ഷ്യം. അടുത്ത സാമ്പത്തിക വർഷം 4.5% കുറയ്ക്കുവാനാണ് ശ്രമം. പുരോഗതിയിലേക്ക് നയിക്കുന്ന ബജറ്റാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു വരികയാണ്. മോദിയുടെ കസേര രക്ഷിക്കാനുള്ള ബജറ്റ് എന്ന് പ്രതിപക്ഷ കക്ഷികൾ പ്രതികരിക്കുകയാണ്. JDU-വിനെയും TDP-യും കൂടെ നിർത്തുവാൻ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൈയയച്ച് സഹായം നൽകി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒഡീഷ, ബംഗാൾ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങൾക്കും പരിഗണന നൽകി. ആന്ധ്രാപ്രദേശിനെ കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ വിചിത്ര നടപടിയും നമ്മൾ കണ്ടതാണ്. എന്തായാലും 5000 കോടി മുടക്കിയ മകന്റെ കല്യാണ വിരുന്നിന് മോദിജിയെ ക്ഷണിച്ചതുകൊണ്ട് അംബാനിക്ക് നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം കേന്ദ്ര ബജറ്റിൽ നിങ്ങൾക്കായുള്ള ഓഫറുകളും മറക്കാതെ ചേർക്കാനുള്ള മോദിജിയുടെ നിർദ്ദേശം ധനമന്ത്രി നിർമ്മല സീതാരാമൻ അതുപോലെ തന്നെ അനുസരിച്ചിട്ടുണ്ട്. ചെറുകിട വ്യവസായമുള്ളവരെയും കൂലിപ്പണി ചെയ്യുന്നവരെയൊന്നും ഈ രാജ്യത്തിന് ആവശ്യമില്ലെന്നേ. അങ്ങനെയുള്ളവരെ പറ്റി ഒരു അക്ഷരം പോലും ഉരിയാടാതെ BJP-യുടെ പ്രകടന പത്രിക ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ബജറ്റായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം നടന്നതും.